ഇതുപോലെ ഡെലിവറി ബോയികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ മനുഷ്യരെ, പാവങ്ങളാണവർ. ഇതുപോലെ ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. ആ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല പറയുന്നത്. ഇതുപോലെ ബാഗും തൂക്കി നിങ്ങളെ വീട്ടിലേക്ക് വരുന്നവരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് തന്നെ വരണമെന്ന് നിങ്ങൾ പറയും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം വണ്ടിയെടുത്ത് അവർ ഇതിൻ്റെ പണികളൊക്കെ അവർ തന്നെ ചെയ്യണം. ചെറിയ കിട്ടുന്ന കമ്മീഷനോ സാലറിയോ, കേവലം ഒരു കടയിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രയാണോ സാലറി കിട്ടുന്നത്, ആ സാലറി മാത്രമേ ഇതിന് കിട്ടുന്നുള്ളൂ. സ്വന്തം വണ്ടി ഉപയോഗിച്ച് അതിന് വരുന്ന മെയിൻ്റനൻസ് ഒക്കെ സ്വന്തമായി ചെയ്യണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് തന്നെ വരണമെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഗേറ്റിൻ്റെ അടുക്കിലേക്കെങ്കിലും പോകണം. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള കമ്പനികളുടെ ഇര മാത്രമാണിവർ. ഈ ഡെലിവറി ബോയിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും ഒരു ഫേക്ക് സാധനം വന്നാൽ അവരെ പ്രാകുന്ന, അവരെ കുറ്റം പറയുന്ന, തെറി പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പാവൻ ഡെലിവറി ബോയ്ക്ക് ഒന്നും അറിയില്ല. അവർ രാവിലെ പോയി സാധനങ്ങൾ എടുത്ത് വരുന്നു, നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് ഫേക്കാണോ നല്ലതാണോ എന്ന് അറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ ഓർഡർ ID നിങ്ങളുടെ മൊബൈൽ വന്നിട്ടുണ്ടാവും. ആ നമ്പർ നോക്കിയിട്ട് കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ ഡെലിവറി ബോയിയെ കുറ്റം പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, എന്നോടൊക്കെ പറയാറുണ്ടായിരുന്നു ചില കസ്റ്റമറുകൾ വീട്ടിലേക്ക് തന്നെ വരണമെന്ന്. വീട്ടിൽ എന്താണ്, അവർ വലിയ കുഴിയും കുണ്ടൊക്കെയുള്ള ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ബാഗും തൂക്കി ഈ ചാക്കൊക്കെ പിടിച്ച് അവരുടെ അടുക്കലേക്ക് പോകണം. പോയിട്ടോ ഈ വണ്ടിക്ക് വരുന്ന എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡെലിവറി ബോയ്ക്ക് വലിയ മെച്ചമൊന്നുമില്ല. അവർ പാവങ്ങളാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അവരെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുതരേണ്ടതാണ്. ഈ പറയുന്ന മീഷോ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വാക്ക് തരുന്നുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുമെന്ന്. പക്ഷേ ഈ ഡെലിവറി ബോയ്ക്ക് അതിലൊരു ബന്ധവുമില്ല. അപ്പം നിങ്ങൾ എന്താക്കുക, മാക്സിമം അവരെ വേദനിപ്പിക്കാതിരിക്കുക. അതേപോലെ അവരെ സിമ്പതിയോടെ കാണേണ്ട ആവശ്യമില്ല. അവർ ചെയ്യുന്നത് ജോലിയാണ്. നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും അവരോട് കരുണ കാണിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.